ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ എന്താണ് ഈ ചെങ്ങായി കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് രണ്ടാമതൊരു കല്യാണം കഴിക്കേണ്ടി വന്നു. ജുസ്ലനെ നോക്കാൻ അറിയില്ല. പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് രണ്ടാമതൊന്ന് കെട്ടേണ്ടി വന്നു. ഗൈസ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ജുസ്ലനെ ചതിച്ചു. അപ്പൊ ഇതാണ് നമ്മളെ പാട്ട്. ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഇതേമാർക്കൊന്ന് മാറ്റി ഒരുങ്ങിയതാണ്. 2 കൊല്ലം മുമ്പ് ഇതേമാർക്കൊന്ന് മാറ്റി ഒരുങ്ങിയതല്ല. അപ്പൊ ഒന്ന് പൂതിക്കൊന്ന് മാറ്റി ഒരുങ്ങി. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാ ഒരു കൊല്ലം 1.5 കൊല്ലം മാറ്റി എടുക്കുമ്പോ എങ്ങനെ ചെയ്യനി ഒരേ കൈ പിടിച്ചാണ്ട് ഗൈസ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കല്യാണം. ഫ്രണ്ട് എന്ന് പറഞ്ഞ ചങ്കാണ്. മറ്റേ കജോൺ കൊണ്ടോടി മ്യൂസിക് ബാൻഡിന്റെ നെടുന്തൂണും അതുപോലെ തന്നെ ബെയ്റൂട്ട് ഇന്റർനാഷണൽ സ്റ്റഡി അബ്രോഡിന്റെ ഓണറുമായ ഫസൽ റഹ്മാൻ, പിന്നെ ഒരു ജോബ് ബോർഡ് ഉണ്ട് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കല്യാണമാണ്. അപ്പൊ കല്യാണത്തിന് കല്യാണത്തിനേക്കാണ് നമ്മൾ പോണത് ഗൈസ്. അപ്പൊ ഈ സെറ്റപ്പ് പോരാ നമുക്ക് ശരിക്കും. വലിയ സെറ്റപ്പ് പിടിക്കേണ്ടി. ഓനെ അത് തുണിയെടുത്താണ് നിൽക്കണേ. ഓനെ ചക്കന്മാരുള്ളിൽ മാറ്റിച്ചാണ്. അപ്പൊ ഏടാ സ്ഥലം പറഞ്ഞു പിടിക്ക്. കല്യാണം ഫറൂഖ് കോളേജിന്റെ അടുത്താണ്. അപ്പൊ ഞാൻ ഇവിടെ മാറ്റി വരുമ്പോ കുട്ടികളും നാറ്റിന്റെ വേക്കുന്ന എന്തെങ്കിലും അല്ലേ? ഫറൂഖ് കോളേജ് കുട്ടികളും നാറ്റിന്റെ വേക്കുന്ന എന്ത് ചെയ്യും? സിനാൻക കളിച്ച് വരുമ്പോ ഞാൻ ഈ ജാട കാണിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ജാട കാണിച്ചിട്ട് കാര്യമില്ല. ഇന്നോട് കുയിന്തും കണ്ടിട്ട് കാര്യമില്ല. എങ്ങനെയുണ്ട് പറഞ്ഞോടക്കി? ഇതൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. തടിച്ച് ഈ കോലായിന് ഞാൻ പ്രസവം കൂടി എങ്ങനെ ഉണ്ടാവും? എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് പറഞ്ഞ ഇതാണ്. ഞാനൊന്ന് കൈമാറുന്നുണ്ട്. ഫറൂഖ് കോളേജ് വിട്ടിട്ടോ. എല്ലാവരും വെയിറ്റ് ഇങ്ങനെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കയറും മനസ്സിന്റെ ഉള്ളില്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ്. എന്താ ഓനെ വീട് കൊണ്ടോട്ടിയല്ലോ. ഓൻ ഇത് കൊണ്ട് പിന്നെ അതിനിപ്പോ എന്തേത്താ നാദാപുരത്തുനിന്ന് ഇവിടം വരെ വരാൻ കഴിയും. ഓൽക്ക് അങ്ങോട്ട് പോയല്ലോ. ഇവിടെ വീടുക്കൊക്കെ എത്തിപ്പെട്ട് കൊറേ ഓടാണ്ട്. എനിക്ക് കൊറേ പോകണ്ടോ? എനിക്ക് ഈ ഭാഗമൊന്നും തീരെ പരിചയമില്ല. പിന്നെ പറഞ്ഞ എത്തൂലേ? ഗൈസ്, അങ്ങനെ നമ്മൾ പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്നു. അതാണ് ഋഷു കൊണ്ടോടിക്കാരൻ ബാബുട്ടിനെ കാണാത്തവരും 2 കല്യാണം കഴിക്കാത്ത 2 ചങ്കളുണ്ട്. അതാണ് 2 കല്യാണം കഴിക്കാത്ത 2 ചങ്കൾ. കല്യാണം കഴിക്കാത്ത 2 ചങ്കൾ. അതാണ് കല്യാണം കഴിക്കാത്ത 2 ചങ്കൾ. ഒന്ന് കൊണ്ടോടിക്കാരൻ ബാബുട്ടി, ഒന്ന് ഋഷു. നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പുയാപ്പിള മാറാൻ നല്ല ചാൻസ് ഉണ്ട്. മാത്രല്ല ഒലക്ക മുണിയ മാതിരി നിൽക്കണുണ്ട്. ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് പെണ്ണിനെ മാറ്റേണ്ടി വന്നു. ഇതാടാ നമ്മൾ അടുത്ത മണവാള. നമ്മളൊന്ന് ഫറൂഖ് കോളേജ് വന്നാലോ? ബാബുട്ടെ ഒന്ന് ഫറൂഖ് കോളേജ് വരാ. ഫറൂഖ് കോളേജ് വന്നാലോ? ഞങ്ങള് പള്ളിയിൽ കയറി അസറിസ്കരിച്ചാൻ കയറിയത്, അല്ലാതെ ഫറൂഖ് കോളേജിക്ക് പോയത്. ഞാൻ നമ്മുടെ ഇരിക്കുന്നുണ്ട്. നടന്നേ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا
ചെറുക്കനെ കിട്ടിയിട്ടുണ്ട്, നമ്മളെ ചെറുക്കനെ നമ്മളെ കല്യാണ ചെറുക്കനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ മാറാതെ കണ്ടില്ല നിങ്ങള് എല്ലാവർക്കും എല്ലാവർക്കും ചെറുക്കന്മാര് എല്ലാ താത്താരും പറയണ്ടേ ചെറുക്കന്മാര് നല്ല ഡ്രസ് ഇട്ടാണ് അല്ലല്ല എന്താ വെച്ചാലേ ആരങ്ങനെ പോലുള്ളൂ. എന്താ പറയാ എന്റെ കല്യാണത്തെ കുറിച്ച് എന്താ പറയും? കല്യാണം ഇത് പറയണമായിരുന്നില്ല കേട്ടോ. നമ്മള് കരുതും വേറൊരാള് സ്റ്റേജിൽ മേലെ നിൽക്കാൻ കയറുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇത് ടെൻഷൻ അടിച്ചിട്ട് എന്താ ടെൻഷൻ രണ്ടുപേരെ കൊള്ളവരപ്പോ കാണുന്നല്ലേ എന്ത് ടെൻഷൻ കേട്ടോ. ഫസിലാത്ത വടച്ച റബ്ബേ ഫസിലാത്ത ഏറ്റവും കൂടുതൽ ജുസ്ലന്റെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാളാണ്. എന്തെങ്കിലും ഒന്ന് പറയാം നമ്മളെ ഫസലിന്റെ കല്യാണത്തിലുള്ള ഓലെ സ്പെഷ്യൽ ഇത് വ്ളോഗാണ്. എന്ന് പറയും എന്ത് പറയും പറയല്ല ഞാൻ പറയുന്നത് എന്ത് രണ്ടു വാക്ക് പറയും എന്ത് പറഞ്ഞു ഞാൻ ഒരു പ്രശ്നമില്ല. അനിയന്റെ കല്യാണമായിട്ട് എന്താ ഹാപ്പിയാണോ? വളരെ സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷം എന്താ വെച്ചാൽ ഒരു പെണ്ണ് കിട്ടല്ലോ. അല്ല ഇതാണ് നമ്മളെ കൊണ്ടടിക്കാരൻ ബാബുട്ടിന്റെ പെങ്ങളെ. ബാബുട്ടിന്റെ പെങ്ങളെ ഫസലൊന്ന് ഹാപ്പിയായി കണ്ടല്ലോ. ഇത് ഫസില അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫസലൊന്ന് ഹാപ്പിയായി കണ്ട് എത്ര കാലത്ത് വയസ്സല്ല 32 വയസ്സായി. എന്നോട് സിനാൻ എന്നും മെസ്സേജ് അയച്ച് ചോദിക്കും കല്യാണല്ലേ കല്യാണല്ലേ അതെ എന്തും പറയാം. ഇന്ന് നമ്മളെ ചെക്കൻ്റെ ദിവസമാണ്. 32 വയസ്സായിട്ട് മാറൻ സമദ് സഖാഫി കാത്തിരിക്കേണ്ടത് കാരണം ഫസൽ റഹ്മാൻ സഖാഫി കാത്തിരിക്കണം. ഓരെങ്ങനെ പാട്ടിച്ചേക്കാം. സോ ഗൈസ് കേട്ടില്ലേ? ഒരു മിനിറ്റ് കിട്ടിയിട്ടുള്ള വില വീഡിയോ ആരോട് നമ്മള് പോയിനി 7 മാസം കൂട്ടിക്കൊണ്ടേനി പിന്നെ പോന്നാണ്. അങ്ങനെ ഒന്നാണ് ഇതിന് കണ്ടോ ഇനാഗ്രേഷൻ പോന്നല്ല വലിഞ്ഞേറി പോന്നാ. ഞാൻ പോരാൻ പറഞ്ഞല്ല ഫസലിന്റെ കല്യാണത്തിന് പോവാ. എന്താ പറയുക എൻട്രിക്ക് നമുക്ക് നോക്കാം. ഏകദേശം മാച്ച് ഉണ്ടാവും. ഞാൻ ബാക്ക് നോക്കുമ്പോ രണ്ടാമത്തെ ഒരു സെലിബ്രിറ്റിനെ കിട്ടിയിട്ടുണ്ട് നമ്മളെ കൊണ്ടടിക്കാരൻ ബാബുട്ടി. അടുത്ത മംഗലത്തിലുള്ള വകുപ്പ് ഇവിടെയാണ് ഉള്ളത്. നല്ല പെണ്ണെന്തെങ്കിലും ജിനുവിനോട് പറഞ്ഞാൽ മതി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വാ സൽസോബയാണ് സുന്ദരനാണ്. ഓന്റെ പെങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട്. കൊണ്ടടിക്കാരൻ ബാബുട്ടിയാണ് ഇത് ഐഡി. ഇതിന് നല്ല സുന്ദരിയായ കുട്ടികളുണ്ടെങ്കിൽ ഏറ്റെടുക്കുന്നതാണ്. ഇതാണ് ലുക്ക് ഇതാക്കണേ. സുന്ദരമായ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ഏറ്റെടുക്കുന്നതാണ്. പോലെ അവിടെ ഓനും മടി കല്യാണം എന്ന് പറഞ്ഞ അപ്പം മടിയാണ്. ഓരോ പെങ്ങന്മാരും ഓന്റെ അമ്മ എപ്പോഴും പറയണം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കണം. എന്താ ഭക്ഷണം കഴിച്ചിട്ടുള്ള എല്ലാവരും ഫുഡ് കഴിച്ചില്ലതിന് മുമ്പ് ഉച്ചക്കോ പിന്നെ നല്ല കിടിലം ഫുഡ് എന്താ ദിവസം കാണാൻ കിടിലാണ്. ഞാൻ കഴിച്ചു വെക്കില്ല എന്താ ദിവസം. അതാണ് നസീഫ്. വല്ലോ നീച്ചോ അന്നെ ഞാൻ വിചാരിച്ചു നീച്ചോന്നേ ആണോടാ. ഓ പെരുന്തീറ്റി തീറ്റിന്ന് പറഞ്ഞ പെരുന്തീറ്റി. ഞാൻ വെച്ചോ നീച്ചോന്ന്. നല്ല ഒരു ആംബിയൻസിലാ മൊത്തത്തില്. എങ്ങോട്ട് അന്നെ എന്നാ കുറച്ച് വെച്ചാൽ നീ ഓക്കെ. ഞങ്ങൾ ആയിട്ടില്ലാത്തോണ്ടാ സിനുവാണോ ഫസലാണോ എന്ന് പുതിയാപ്പിളന്ന് മാറിപ്പോയി. നല്ലൊരു കണ്ടന്റാണ്. ബാബുനെന്താ പറയണ്ടല്ലോ. അതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയും. നമ്മള് പഴയ ആള് യൂട്യൂബിൽ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. നല്ല പെണ്ണുങ്ങളല്ല കേട്ടോ. ബാബു മുന്നേ ഇവിടെ ബാബു രണ്ട് വാക്ക്. തിരക്കിലാണ്. വളരെയധികം തിരക്കിലാണ്. ഭയങ്കര ക്രൗഡാണ് നമ്മളെ ഫസലിന്റെ കല്യാണത്തിൽ. പെരും ക്രൗഡ്. ഫസൽ ഇന്ന് പോയിക്കുന്നു. ഫസല് എന്താ ചെയ്യേണ്ടി അറിയില്ല. ചിരിക്കണ ഫസലേ കാത്തിരിപ്പാണ്.
മസാലല്ലേ മസാല ആയിക്കോട്ടെ നമ്മക്ക് ഉളുപ്പില്ലല്ലോ എവിടെ എന്തും പോയി എന്തായാലും എന്തായാലും 100% ഇടും. അതില്ലാത്ത കല്യാണ പറഞ്ഞുണ്ടോ ഗൈസ് എന്താണ് ഇവിടെ ഫുൾ ആറ്റിറ്റ്യൂഡ് എന്താ ചെയ്യാ എടുക്കാനുള്ള പ്രായമാണ് പെണ്ണിട്ടില്ല. ആന്റെ കുട്ടി കാണിച്ചോളെ അയച്ചാന്റെ കുട്ടി കാണിച്ചോളാം. ഇവനൊക്കെ പെണ്ണുങ്ങളൊപ്പം ഇങ്ങനെ പോയിക്കാണ്ട് ഫോട്ടോ എടുത്ത് കളിച്ചു എന്റെ കോട്ടൊക്കെ ഇട്ടാണ്ട് പോകും പെണ്ണുങ്ങളൊപ്പം പോയി പക്ഷെ ഈ ലൊക്കേഷൻ ഏതാ? കുറെ ആൾക്കാർ ഇത് ലൊക്കേഷൻ ചോദിക്കും. ലൊക്കേഷൻ ഏതാ? ഫറൂഖ് ചുങ്കത്തുനിന്ന് മറ്റേ ഫറൂഖ് കോളേജ് റോഡ് കയറുമ്പോൾ ആ 200 മീറ്ററിന് ലെഫ്റ്റ്. ഇവിടെ ഏകദേശം എത്ര ഇത് പ്രോഗ്രാം നടത്താം? ഇവിടെ ഏകദേശം 400 ആൾക്കാർ. 400 ആക്കല്ലേ? ഇവിടുത്തെ മാനേജറാണിത്. ഇതൊക്കെ സ്റ്റാഫാണ് ഇവിടുത്തെ. എടാ കൂലിട്ടില്ല, ഇത് കോട്ട് പിടിച്ച് നിക്കണ്ട്. ആ കുട്ടിനെ എടുക്കാനുള്ള പ്രായമാണ്, പക്ഷെ ഇതുവരെ കല്യാണം കഴിഞ്ഞില്ല. എടാ എനിക്ക് കൂലിട്ടില്ല, പറഞ്ഞേക്ക് കൂലിട്ടില്ല. ഇങ്ങനെ കൂട്ടില്ല. ഇതാരാ ഇതെത്താ എത്താന്റെ കോലം ഞങ്ങളെ കോട്ടിട്ട് ഞങ്ങളെ കോട്ടിട്ടാണോ? കേറടാ ചക്ക കേറ്. ഹായ് ഹായ് അസല ഏറ്റവും കിട്ടിയിട്ടോ? ഭൂമിയിലെ സ്വർഗം ഇതാണ്. ഇതൊന്നും കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല. മറ്റേ അതെ ഫസൽ സക്കാഫിന്റെ അടിയാണ്. ഹായ് ബ്രോ, എന്താണ് സാറല്ലേ? അപ്പൊ പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആശീർവദിക്കുന്നു. എന്താ പറയാളേ? നിങ്ങൾക്ക് എന്താ പറയാളേ? എന്റെ വ്ളോഗാണ്, എന്റെ കല്യാണത്തിന്റെ വ്ളോഗാണ്. എനിക്കെന്തും കാണാം. എന്തൊക്കെ പറയാളേ? എന്താ കാണാളെ? എന്താ പറയാളേ? നല്ലൊരു ഇണയെ കിട്ടിയതിന് വളരെയധികം അതെ, നല്ലൊരു ഇണയാ.
ഇവിടെ എത്ര കൊല്ലം മുമ്പ് പ്രേമിക്ക് തുടങ്ങി? ഞാൻ അറിഞ്ഞ 3 കൊല്ലം മുമ്പ് പ്രേമിക്ക് തുടങ്ങിയതാ ഇല്ലേ? 4 ഞാൻ ഇത് സെറ്റാക്കി കൊടുക്കണ്ടേ? എല്ലാരും വിചാരിച്ചു ഇവരെ നോക്കണം. അല്ല, ഞങ്ങളെ നടന്നൂടെ കൊറേ നേരം ഇങ്ങനെ നടക്ക്. അല്ല നടക്കണ്ട, അപ്പൊ അതൊക്കെ നടന്നിങ്ങനെ പോരുട്ടോ. ഒക്കെ തിന്നിങ്ങനെ ഇതാക്കിട്ടേ എന്നോട് ചൂടാകാനും പറ്റില്ല. എന്റെ ആൾക്കാർ എന്നാണ് എന്നോട് ചൂടാവും. എന്നാ പോലെ നമ്മള് ശരല്ലേ എങ്ങനെ പരിപാടി? ബാസിൽ സമാനോട് 1-2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലേ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് പോവല്ലേ ഗൈസ്? അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പൊ എല്ലാരോടും ഉണ്ട്. ഓളി കണ്ടോളൂ, ഫസലിന്റെ കല്യാണം, സെലിബ്രിറ്റിന്റെ കല്യാണം. എന്നാ